ലൈലത്തുൽ ബറാ, ലൈലത്തുൽ ബറാ, ബറാഅത്ത് രാവാണ്, മലക്കുകളുടെ പെരുന്നാളിന്റെ രാവാണ്, മലക്കുകൾ സന്തോഷിക്കുന്ന രാവാണ്, മലക്കുകൾ എന്ത് ചോദിച്ചാലും റബ്ബ് കൊടുക്കുന്ന രാവാണ്, മലക്കുകൾ പറയുന്നത് കേൾക്കുന്ന രാവാണ്. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തെ രാത്രി അതാണ് ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. റമദാൻ മാസത്തിലെ 27ാമത്തെ രാത്രിയാണ്. അതുകൊണ്ട് ഉമ്മ, പെങ്ങള്, ആരെങ്കിലും വിഷമത്തിലോ, ആരെങ്കിലും അനിഷ്ടത്തിലോ, ആരെങ്കിലും ബിംബിഷ്ടത്തിലോ നിൽക്കുന്നുണ്ടെങ്കിൽ, അനുജത്തി ജ്യേഷ്ഠത്തിയുമായോ അനുജൻ ജ്യേഷ്ഠനുമായോ, കുടുംബവും തമ്മിലോ, അയൽവാസികൾ തമ്മിലോ, സംഘടനയുടെ പേരിലോ, അതല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ പേരിലോ ആരെങ്കിലും എന്തെങ്കിലും ബിംബിഷ്ടത്തിലോ അനിഷ്ടത്തിലോ നിൽക്കുന്നുണ്ടെങ്കിൽ നന്നായിക്കോ, നന്നായിക്കോ. നല്ല റൂട്ടിലേക്ക് വന്നോ, നല്ല റൂട്ടിലേക്ക് വന്നോ. രക്ഷയില്ല. ഒരാളെയും ഉറപ്പിച്ച്, അത് ഗ്രൂപ്പിന്റെ പേരിലാണെങ്കിലും, സംഘടനയുടെ പേരിലാണെങ്കിലും, കുടുംബത്തിന്റെ പേരിലാണെങ്കിലും, അയൽപ്പക്കത്തിന്റെ പേരിലാണെങ്കിലും, ഒരാളെയും വെറുപ്പിച്ചുകൊണ്ട്, ഒരാളെയും ഒരാളെയും മതാഭിമാനം അതേ അപമാനപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും നാളത്തെ രാത്രിയിൽ റബ്ബിലേക്ക് കൈ ഉയർത്തിയാൽ അല്ലാഹ് സ്വീകരിക്കൂല, അല്ലാഹ് സ്വീകരിക്കൂല, അല്ലാഹ് സ്വീകരിക്കൂല. പറയുന്നതാരാണ്? നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നാളത്തെ രാത്രി പുണ്യമുള്ള രാത്രിയാണ്, നാളത്തെ രാത്രി സന്തോഷമുള്ള രാത്രിയാണ്, നാളത്തെ രാത്രി നരകത്തുനിന്ന് കോടാനുകോടി ആളുകളെ നരകത്തുനിന്ന് മോചിപ്പിക്കുന്ന രാത്രിയാണ്. ഒരുപാട് റഹ്മത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന രാത്രിയാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം വർഷിക്കുന്ന രാത്രിയാണ്. അത് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവണം, നമ്മുടെ ഖൽബ് നന്നാകണം, നമ്മൾ പറയുന്ന ചെയ്യുന്നതുമൊക്കെ റബ്ബിന്റെ വജ്ഹിനാകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും നാളത്തെ രാത്രി, ഇന്നത്തെ രാത്രിയും വെള്ളിയാഴ്ച രാത്രി പവറുള്ള രാത്രിയാണ്. നാളത്തെ രാത്രി റബ്ബിലേക്ക് അടുത്തുകൊണ്ട് ദിക്റുകളും സലാത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് നാളത്തെ രാത്രി 3 യാസീൻ ഓതണം. ഒരു യാസീൻ അതാ മരിച്ചവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് വാപ്പ, ഉപ്പ, ഉപ്പാപ്പ, ഉമ്മ, ഉമ്മാമ, ചേട്ടൻ, അതേ അനുജൻ, മായുമ്മ, അല്ലെ അമ്മായിമാര്, ഇളയമ്മമാര്, കുടുംബങ്ങള്, ബന്ധുക്കള് പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല ഖബറുകളൊക്കെ സന്തോഷപൂരിതമാക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി നാളെ ഒരു യാസീൻ ഓതണം.